നമസ്കാരം. മണി മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇൻകം ടാക്സിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാമോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിച്ചോട്ടെ, ഈ ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത എല്ലാ വ്യക്തികൾക്കും ഇൻകം ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 15 അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ഇനി സെപ്റ്റംബർ 15 കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർക്ക് 1000 രൂപയും അതുപോലെ തന്നെ 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുമാനമുള്ളവർക്ക് 5000 രൂപയും ഫൈന് ആപ്ലിക്കബിളായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും സെപ്റ്റംബർ 15 എന്നുള്ള ഡേറ്റിന് മുന്നേ എല്ലാവരും റിട്ടേൺസ് സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്, അതായത് നമ്മളിപ്പോൾ ഈ വർഷങ്ങളിൽ കാണുന്ന ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ AIS എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കൃത്യമായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കബിളായിട്ട് വരുന്ന എല്ലാ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ AIS എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാവൂ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ സാലറി ഇൻകം കിട്ടുന്നവരാണെങ്കിൽ ഒരു എംപ്ലോയർ ഉണ്ട്, ആ എംപ്ലോയർ കൃത്യമായിട്ട് നമ്മുടെ TDS പിടിക്കും, നമുക്ക് കിട്ടുന്ന സാലറിയുടെ പുറത്തുള്ള TDS പിടിക്കും. നമ്മൾ ആ ഫോം 16 എടുത്തിട്ട് അത് വെച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് പോകുന്ന ഒരു ട്രെൻഡ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് നമ്മുടെ AIS സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 80 TTB എന്ന് പറഞ്ഞ സെക്ഷനിൽ 10,000 രൂപ വരെ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ലഭിച്ചാലും അത് ടാക്സബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാർക്കും മിനിമം സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് എങ്കിലും കാണും. അപ്പോൾ ആ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതിന് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ AIS സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻസ്, ഷെയർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ടാക്സ് പേയ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ എംപ്ലോയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എത്രയാണോ നമുക്ക് കിട്ടുന്ന സാലറി, ആ സാലറിയുടെ പുറത്തുള്ള TDS മാത്രമേ പിടിക്കുകയുള്ളൂ. പക്ഷേ ഈ നമുക്ക് അധികമായിട്ട് വരുന്ന ഇൻകം, അതായത് ഈ ക്യാപിറ്റൽ ഗെയിൻ മൂലം ഉണ്ടാകുന്ന അധികമായിട്ട് ഇൻകമോ അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇൻകമോ അധികമായിട്ട് വരുമ്പോൾ നമുക്ക് അതിന് എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈവൻ 7 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരാണെങ്കിൽ പോലും ഈ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം 7 ലക്ഷം താഴെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഇല്ല. നമുക്ക് 87A റിബേറ്റ് അനുസരിച്ചിട്ട് 7 ലക്ഷത്തിന് താഴെയാണ് വരുമാനമെങ്കിൽ നമുക്ക് ഒരു ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. പക്ഷേ അതിൽ സ്പെഷ്യൽ റേറ്റ് ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഇവയൊക്കെ നമ്മുടെ നോർമൽ സ്ലാബ് റേറ്റ് അനുസരിച്ചിട്ടല്ല ടാക്സ് വരുന്നത്, അതിന് സ്പെഷ്യൽ റേറ്റ് ആണ്. അപ്പോൾ ആ സ്പെഷ്യൽ റേറ്റ് ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്തില്ല, റിബേറ്റ് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ടാക്സ് എക്സ്ട്രാ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ വരുന്ന ടാക്സ് നമുക്ക് അടച്ചാൽ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്, ഈ അടയ്ക്കുന്ന ടാക്സ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കും. പണ്ടുള്ള പോർട്ടലിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ പോർട്ടലിൽ UPI, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ചെല്ലാൻ, ഫിസിക്കൽ ചെല്ലാൻ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ടാക്സ് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ആ റിട്ടേൺസ് ടാക്സ് അടച്ച് റിട്ടേൺ സമർപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ് പോയിൻറ്റ്സ്, ആ ബാങ്കിൻ്റെ ടേംസ് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും റിവാർഡ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റിവാർഡ് പോയിൻറ്റ്സും ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സ് അടയ്ക്കാനുണ്ട്, അത് നിങ്ങൾക്ക് അടയ്ക്കാൻ ഷോർട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെങ്കിലും ആ ടാക്സ് അടച്ച് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. കാരണം ഈ സെപ്റ്റംബർ 15 കഴിഞ്ഞാൽ ഒരു 5 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് 1000, അല്ല 5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 5000 രൂപയും ഫൈൻ ആപ്ലിക്കബിൾ ആണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടച്ചാൽ പോലും നിങ്ങൾക്ക് 45 ദിവസം ക്രെഡിറ്റ് പീരീഡ് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 45 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടച്ച് ക്ലോസ് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചാണെങ്കിലും ടാക്സ് അടച്ച് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളവരെല്ലാം ഈ സെപ്റ്റംബർ 15 തന്നെ മാക്സിമം റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്